ഒട്ടുചെടി CV ശ്രീരാമൻ. അപ്പോൾ ഒട്ടുചെടി എന്ന് പറയുമ്പോൾ തന്നെ ഒരു തായ്തടിയിൽ ഒട്ടിച്ച് ചേർക്കുന്ന അല്ലെങ്കിൽ തായ്തടിയുടെ കൊമ്പിൽ ഒട്ടിച്ച് ചേർത്ത് അതിനെ തളിർപ്പിച്ചെടുത്ത് പുതിയ വൃക്ഷമാക്കി മാറ്റുന്ന ഒരു രീതിയാണല്ലോ ഒട്ടുചെടിക്ക്. അപ്പം അങ്ങനെ രണ്ട് മനുഷ്യ ജന്മങ്ങളെ ഒട്ടിച്ചു ചേർത്ത് പുതിയൊരു ജീവിതം നൽകുന്ന കാഴ്ചയാണ് നമ്മൾ ഒട്ടുചെടിയിൽ കാണുന്നത്. അപ്പോൾ അഭയാർത്ഥി പ്രശ്നവുമായി ബന്ധപ്പെട്ട് അവരുടെ പുനരധിവാസം, അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ്റെ അനുഭവം പറയുന്ന രീതിയിലാണ് ഒട്ടുചെടി എന്നുള്ള കഥ പോകുന്നത്. അപ്പോൾ അഭയാർത്ഥികളായി വന്നപ്പോൾ കൂട്ടം തെറ്റി പിരിഞ്ഞുപോയ കുടുംബം വേർപെട്ടു പോയിട്ടുള്ള രണ്ട് ആളുകളെ ഒന്നിച്ച് ചേർത്ത്, ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും ഒന്നിച്ച് ചേർത്ത് അവർക്കൊരു പുതിയ ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്ന ഓഫീസർ. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ആ നാട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ ആ ജീവിതം, സന്തോഷപൂർണ്ണമായിട്ടുള്ള ആ ജീവിതം കാണാൻ ഇടയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് നമ്മളെടുത്ത് പങ്കുവയ്ക്കുന്നത്. അപ്പം ആ രീതിയിൽ ഒരു ഫ്ലാഷ് ബാക്ക് സങ്കേതം രീതിയിൽ പോകുന്ന കഥയാണ് ഒട്ടുചെടി. ഒട്ടുചെടി CV ശ്രീരാമൻ. 22 വർഷങ്ങൾക്ക് ശേഷം ഈ ദ്വീപസമൂഹത്തിലെ ഒരന്യനായി എല്ലാം അകലെ നിന്നു കാണാൻ മാത്രം എത്തിയിരിക്കുന്നു. യാത്ര ചെയ്യുന്നു. മിഴികൾ മലർക്കെ തുറന്നിരുന്നു കൊണ്ട് നിദ്രാടനം നടത്തുന്നു. നമ്മളുടെ കഥാനായകൻ പറയുന്നതാണ്. 22 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും ആ സ്ഥലത്ത് എത്തിച്ചേരുകയാണ്. അപ്പോൾ എന്തെല്ലാം ഓർക്കാനുണ്ട്. പശ്ചിമ ബംഗാളിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് ഇവിടെ കുടിയേറി പാർക്കുവാൻ പറ്റിയവരെ തിരഞ്ഞെടുക്കുന്നത് മുതൽ ഇവിടെ ഭൂമി അളന്നുകൊടുത്ത് പുനരധിവസിപ്പിക്കുന്നത് വരെ നടന്ന മഹായജ്ഞം. എന്ത് കർമ്മബന്ധത്തിലാണ് താനും അതിന് ഭാഗഭാക്കായത്. ക്യാമ്പിൽ കഴിഞ്ഞ ഒരൊറ്റ അഭയാർത്ഥിയും ഇനിയൊരിക്കൽ സ്വന്തമായി ഒരു മേൽക്കൂര ഉണ്ടാകുമെന്ന് കരുതിയവരല്ല. അത്രയും ആശയറ്റ് മരത്തണലിൽ കഴിഞ്ഞവരായിരുന്നു. ഒരായുഷ്കാലത്തു തന്നെ കൺമുമ്പിൽ 2 ജന്മം കണ്ടവരാണ്. 2 ജന്മം അനുഭവിച്ചറിഞ്ഞവരാണ്. പശ്ചിമ ബംഗാളിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നും കുടിയേറി പാർക്കാനായിട്ട് എത്തിയവരാണ് ഈ അഭയാർത്ഥികൾ. അപ്പോൾ അവർക്ക് ഇനി ഒരിക്കലും ഒരു വീടോ സ്ഥലമോ ഒന്നും ഉണ്ടാവുമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ അവരെ വളരെ വിദഗ്ധമായിട്ട് പുനരധിവസിപ്പിക്കുക, ആ ജോലി ഏറ്റെടുത്ത ഉദ്യോഗസ്ഥൻ, ഓഫീസർ, അദ്ദേഹം 22 കൊല്ലങ്ങൾക്ക് ശേഷം തൻ്റെ അനുഭവം ഓർത്തെടുക്കുന്നതാണ്. അവിടെ വീണ്ടും തിരിച്ചെത്തിയിട്ട് ഓർത്തെടുക്കുക. അന്നൊക്കെ ഇവിടെ മുഴുവൻ ഒറ്റയടി പാതകളായിരുന്നു. ഒറ്റയടി പാതയിലേക്ക് വീണുകിടക്കുന്ന പാഴ്ചെടികളെ വകഞ്ഞു വെച്ച് തികച്ചും കാലുകൾ കുഴഞ്ഞും ദൂരത്തെ ശപിച്ചും നടന്നിരുന്ന ഓരോ നിമിഷവും ഇന്നും ഓർമ്മയിലുണ്ട്. ദിനംപ്രതി 10-15 നാഴികകൾ നടക്കുമായിരുന്നു. ഇരുമ്പുകാലിൻ്റെ കുട തോളിൽ വെച്ചു നടന്നിട്ട് എല്ലാ ഷർട്ടിലും തോളിൽ ഇരുമ്പുകറയുണ്ടായിരുന്നു. ഈ കുപ്പായങ്ങളുമായി ടൗണിൽ ചെന്നപ്പോൾ സുഹൃത്തുക്കൾ പറയുമായിരുന്നു, അഭയാർത്ഥികളുമായി ജീവിച്ചിട്ട് നീയും ഒരു അഭയാർത്ഥിയായിരിക്കുന്നു. ഫാദർ ഡാമിയനെ കുഷ്ഠം വന്നതുപോലെ. ഇന്ന് അഭയാർത്ഥി കുടിയേറിപ്പാർപ്പുകാർ തന്നെ എത്രയോ മാറിയിരിക്കും. അപ്പോൾ കുന്നും മലകളുമായിട്ട് നിരന്ന് കിടക്കുന്ന സ്ഥലം, വണ്ടിയൊന്നും ചെല്ലില്ല. അപ്പോൾ ദിവസേന അവിടെ കയറി ഇറങ്ങിയും ഇത് എങ്ങനെയാണ് ഇവർക്ക് വീതിച്ചു കൊടുക്കേണ്ടത് എന്ന് അന്വേഷിച്ച് പഠിച്ച് കണ്ടെത്തി എന്നിട്ടാണ് പുനരധിവസിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അഭയാർത്ഥികളുടെ കൂടെ ജീവിച്ചിട്ട് അദ്ദേഹം ഒരു അഭയാർത്ഥിയായി മാറുന്ന പോലെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ കളിയാക്കിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഫാദർ ഡാമിയന് കുഷ്ഠം വന്നതുപോലെ കുഷ്ഠരോഗികളെ ചികിത്സിച്ചിട്ട് അദ്ദേഹത്തിന് കുഷ്ഠം വന്നു. അപ്പോൾ അതുപോലെയാണ് നിൻ്റെ കാര്യമെന്ന് സുഹൃത്തുക്കൾ കളിയാക്കാറുണ്ട് എന്ന് പറയും.
ഇപ്പോൾ ഇന്ന് ടാർ റോഡ് വന്നിരിക്കുന്നു, ബസ്സിൽ സഞ്ചരിക്കുന്നു. ഇരുണ്ട കാട്ടിൽ നിന്നും തെളിഞ്ഞ സ്ഥലത്തേക്ക് ബസ് എത്തിയിരിക്കുന്നു. വഴിവെക്കൽ വെളിച്ചം ഏറി വരുന്നു. കാട് കഴിഞ്ഞാൽ ആദ്യത്തെ ഗ്രാമം. അപ്പോൾ 22 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഒരുപാട് മാറിയിരിക്കുന്നു. റോഡ് മുഴുവനും ടാർ ചെയ്ത് വണ്ടികളൊക്കെ ഓടാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി, കാട് എന്നുള്ള അന്തരീക്ഷം മാറ്റിയിട്ട് നല്ല തെളിച്ചമുള്ള സ്ഥലമാക്കി ഇതിനെ മാറ്റിയിരിക്കുന്നു എന്ന് അദ്ദേഹം ഓർത്തു. കൗസല്യ നഗർ കഴിഞ്ഞാൽ ബകുൾത്തല. ഇന്ന് ബകുൾത്തലയിൽ ആൾത്തിരക്കും മാർക്കറ്റും മരക്കമ്പനിയും വന്നിരിക്കുന്നു. പഴയ ബകുൾത്തല വളരെ കുടുംബങ്ങൾ ഭൂമി ഉപേക്ഷിച്ചിട്ട് പോയതിനാൽ നിലങ്ങളുടെ നടുക്കും കുറ്റിക്കാടുകൾ വസൂരി കലകൾ പോലെ ആ ഗ്രാമത്തെ അവലക്ഷണമാക്കിയിരിക്കുന്നു. അപ്പോൾ കൗസല്യ നഗർ അത് കഴിഞ്ഞാൽ പിന്നെ ബകുൾത്തലയാണ്. ബകുൾത്തലയിൽ ഇന്ന് മാർക്കറ്റും മരക്കമ്പനിയൊക്കെ വന്ന കുറേ ആൾത്തിരക്ക് ഉണ്ട്. അപ്പോൾ പഴയ ബകുൾത്തലയാണെങ്കിൽ കുറേ കുടുംബങ്ങളൊക്കെ ഉപേക്ഷിച്ച് പോയിട്ട് അവിടെ കുറ്റിക്കാടുകളൊക്കെ വന്ന് ഒരു കാടിൻ്റെ പോലത്തെ ഒരു പ്രതീതിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ബകുൾത്തലയിൽ ബസ് നിർത്തിയിരുന്നു. ഒരു മരക്കമ്പനിയുടെ മുന്നിൽ. ബകുൾത്തല വിട്ടാൽ തെളിഞ്ഞ സ്ഥലങ്ങളാണ്. ഇവിടെ പണ്ട് ഒരു കാട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ തലമുറ വിശ്വസിച്ചെന്ന് തന്നെ വരില്ല. ബംഗാളിലെ ഗ്രാമങ്ങളുടെ മാതൃകയിൽ ഇവിടെ ഗ്രാമങ്ങൾ നെയ്തെടുത്തിരിക്കുന്നു. എട്ടുകാലിക്ക് കൂടുകെട്ടാനറിയാം, നന്നായി കൂടുകെട്ടും. പക്ഷേ ഒരേ മാതൃകയിൽ നിന്നു മാത്രം. ഈ ദ്വീപസമൂഹത്തിൽ കുടിയേറി പാർത്ത ഓരോ ജനവിഭാഗവും സ്വന്തം മാതൃകയിൽ ഗ്രാമങ്ങൾ നെയ്തെടുത്തിരിക്കുന്നു. ഈ ദ്വീപസമൂഹത്തിൽ ബർമാക്കാർ വരെ കുടിയേറി പാർത്തിട്ടുണ്ട്. കരയൻ ബർമാക്കാർ, കരയൻ ഗ്രാമക്കാർ. അപ്പോൾ എട്ടുകാലി അതിൻ്റെ സ്ഥിരം ജോലിയായിട്ടുള്ള വരകെട്ടൽ ഒരേപോലെ ചെയ്യും. ഏത് എട്ടുകാലിയാണെങ്കിലും അതിൻ്റെ വല ഒരേപോലെ തന്നെയാണ് കെട്ടുന്നത്. പക്ഷെ ഇവിടെ പറയണം, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കുടിയേറി വന്നിട്ടുള്ള വിവിധ ആളുകൾ അവരെ വിവിധ രീതിയിൽ അവരുടേതായിട്ടുള്ള ഗ്രാമങ്ങൾ വികസിപ്പിച്ചെടുത്തു. ഒരുപാട് ആളുകൾ പശ്ചിമ ബംഗാളിൽ നിന്നും കുടിയേറി ദ്വീപസമൂഹത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അവർ വളരെ ഭംഗിയായിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ ഈ വീടുകൾ ഗ്രാമങ്ങൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു എന്ന് ഇദ്ദേഹം കണ്ടു. ഇവിടെ സഞ്ചരിക്കുമ്പോൾ പഴയ ഈസ്റ്റ് പാകിസ്ഥാൻ, വെസ്റ്റ് ബംഗാൾ അതിർത്തി പ്രദേശങ്ങളുടെ ഓർമ്മ വരുന്നു. ഭഗവാൻ തീവണ്ടി ആപ്പീസിൽ ഇറങ്ങിയാൽ ജസോർ റോഡാണ്. ഷെർഷാ ചക്രവർത്തി നിർമ്മിച്ച ധാക്ക വരേക്കും പോകുന്ന പഴയ രാജപാത. റോഡിൻ്റെ പാർശ്വങ്ങളിൽ തണൽ മരങ്ങൾ ഇടതിങ്ങി നിൽക്കുന്നു. മുഗൾ ചക്രവർത്തിമാരും പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരും വെച്ചുപിടിപ്പിച്ചതാണ് മരങ്ങളെന്ന് പറയപ്പെടുന്നു. 10-12 കിലോമീറ്റർ ചെന്നാൽ പഴയ ഈസ്റ്റ് പാകിസ്ഥാൻ അതിർത്തിയായി. ഇന്ന് ഈ ദ്വീപസമൂഹത്തിലെ ബംഗാളി ഗ്രാമങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അറിയാതെ ഓർത്തുപോകുന്നു. പശ്ചിമ ബംഗാളിലെ ഏറ്റവും സുപരിചിതമായ പ്രദേശം അതായതുകൊണ്ടായിരിക്കാം ജസോർ റോഡിനെ കുറിച്ച് ഓർത്തുപോയത്. അവിടെ ഇച്ഛാമതി നദി ഒഴുകുന്നു. നദിക്കു മീതെ മരപ്പാലമായിരുന്നു. നദി കടന്നാൽ അഭയാർത്ഥി ക്യാമ്പായിരുന്നു. അപ്പം അദ്ദേഹം ആ സ്ഥലത്തിൻ്റെ മുമ്പത്തെ ചരിത്രം ഇങ്ങനെ ഓർത്തു. അപ്പോൾ ഇവിടെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈസ്റ്റ് പാകിസ്ഥാൻ, വെസ്റ്റ് ബംഗാൾ അതിർത്തിയുടെ ഓർമ്മ വരികയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ജസോർ റോഡിനെ കുറിച്ച് പറഞ്ഞു. ഷേർഷാ ചക്രവർത്തി നിർമ്മിച്ച രാജപാതയാണത്. ധാക്ക വരയിലേക്കും അത് പോകുന്നുണ്ട്. പിന്നെ റോഡിൻ്റെ വശങ്ങളൊക്കെ തണൽ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. മുഗൾ ചക്രവർത്തിമാരും പിന്നീട് ബ്രിട്ടീഷുകാരുമാണ് ഈ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചത്. പിന്നെ 10-12 കിലോമീറ്റർ ചെന്നാൽ ഈസ്റ്റ് പാകിസ്ഥാൻ അതിർത്തിയാണ്. അപ്പോൾ ബംഗാളിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ഇതൊക്കെ അറിയാണ്ട് ഓർത്തു പോകുമെന്ന് അദ്ദേഹം പറയാം. അപ്പോൾ ജസോർ റോഡിനെ കുറിച്ച് ഓർത്തപ്പോൾ അദ്ദേഹം തൊട്ടപ്പുറത്തുള്ള ഇച്ഛാമതി നദിയെക്കുറിച്ച് കൂടി ഓർത്തു. അപ്പോൾ നദിക്ക് മീതെ മരപ്പാലായിരുന്നു. നദി കടന്നാൽ അഭയാർത്ഥി ക്യാമ്പുകളായിരുന്നു. അപ്പം അധികം ക്യാമ്പുകൾക്കും മേൽക്കൂരയുണ്ടായിരുന്നില്ല. അഭയാർത്ഥികൾ റോഡരികിലും അതിന് ഭാഗ്യം സിദ്ധിച്ചവർ മരത്തണലിലും പിന്നെയുള്ളവർ വയലുകളിലും തളർന്ന് കിടന്നിരുന്നു. അപ്പോൾ അവിടുത്തെ അഭയാർത്ഥി ക്യാമ്പുകളെ പറ്റി ഓർത്തപ്പോൾ ദാസ്ഗുപ്ത ബാബുവിനെ മനസ്സിൽ കാണുന്നു. ദാസ്ഗുപ്ത ബാബുവും അഭയാർത്ഥിയായിരുന്നു. വിഭജനത്തിന് മുമ്പ് രാജ്ഷാഹി ജില്ലയിൽ ഒരു കോളേജിൽ ഫിലോസഫി പഠിപ്പിച്ചിരുന്നു.
വിഭജനം അറിഞ്ഞപ്പോൾ അഭയാർത്ഥിയായി. ഒടുവിൽ ജസോർ റോഡിലെ അഭയാർത്ഥി ക്യാമ്പിലെ റീഹാബിലിറ്റേഷൻ ഓഫീസർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാളെക്കുറിച്ച് ഓർക്കുകയാണ്, ദാസ്ഗുപ്ത ബാബു. അപ്പോൾ ദാസ്ഗുപ്ത ബാബുവും ഒരു അഭയാർത്ഥിയായിരുന്നു. അപ്പോൾ അദ്ദേഹം വിഭജനത്തിൻ്റെ സമയത്ത് അഭയാർത്ഥിയായി മാറി. പിന്നെ അഭയാർത്ഥി ക്യാമ്പുകളിലെ റീഹാബിലിറ്റേഷൻ ഓഫീസറായി ജോലി ചെയ്തു. അപ്പോൾ ജസോർ റോഡിലെ അഭയാർത്ഥി ക്യാമ്പിലുള്ള റീഹാബിലിറ്റേഷൻ ക്യാമ്പിലാണ് അദ്ദേഹത്തിന് ജോലി ചെയ്യാനായിട്ട് അവസരം കിട്ടിയത് എന്ന് ഇദ്ദേഹം ഓർക്കുക. അപ്പം ഇനി ദാസ്ഗുപ്ത ബാബുവിനെ കുറിച്ചാണ് പിന്നെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്. അത് അടുത്ത ക്ലാസ്സിൽ.